തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത് റോഡിലെ കുഴി. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ് BJP കൗൺസിലർമാരും നാട്ടുകാരും. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വൈകിട്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരും. കുണ്ടും കുഴിയും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. പ്രധാന റോഡുകളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തൃശൂർ തൃപ്രയാർ സംസ്ഥാനപാതയിലെ ചിറക്കൽ പാലം അടുത്ത മാസം ആദ്യം തുറക്കും. കൊടുങ്ങല്ലൂർ മുസിരിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വാർത്തകളിലേക്ക് വിശദമായി. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. ലാലൂർ എൽത്തുരുത്ത് സ്വദേശി ആബേൽ ചാക്കോയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 10 മണിയോടെ കുന്നംകുളത്തേക്ക് ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. സംഭവത്തെ തുടർന്ന് വൻ പ്രതിഷേധമുയർന്നു. കോൺഗ്രസ് BJP കൗൺസിലർമാർ റോഡ് ഉപരോധിച്ചു. 1 മാസം മുൻപ് തൃശൂർ MG റോഡിൽ സമാന രീതിയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സംഭവസ്ഥലത്ത് നിന്ന് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. അഗസ്റ്റിൻ, കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഇതുപോലൊരു യാത്രയ്ക്കിടെ വിഷ്ണുദത്ത് എന്നൊരു യുവാവ് കോട്ടപ്പുറത്ത് വെച്ച് മരണപ്പെട്ടത്. ഇപ്പോൾ അയ്യന്തോളിൽ എന്താണ് സംഭവിച്ചത്? ഈ ബൈക്ക് കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിച്ചു തന്നെയാണോ അപകടത്തിനിടയാക്കിയത്? തൃശ്ശൂർ നഗരത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി ബലി കഴിക്കപ്പെട്ടിരിക്കുകയാണ്. റോഡിൽ കുഴിയിൽ വീണ് സമീപത്തുണ്ടായിരുന്ന ബസ്സിൻ്റെ ചക്രത്തിനടിയിൽപ്പെട്ടാണ് ഈ യുവാവിന്, അതായത് ലാലൂർ സ്വദേശിയായ ഏബൽ ചാക്കോ പോൾ എന്ന യുവാവിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ തികഞ്ഞ അനാസ്ഥയാണ് ഈ റോഡിലെ കുഴികൾ നിലനിൽക്കുന്നതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്ന് കോൺഗ്രസിൻ്റെയും BJPയുടെയും കൗൺസിലർമാരും പ്രവർത്തകരും റോഡ് ഉപരോധിച്ച സംഭവമുണ്ടായി. അല്പം നേരത്തെയാണ് പോലീസ് ഇടപെട്ട് അവരെ ഉപരോധിച്ചവരെ റോഡിൽ നിന്നും മാറ്റിയത്. നമുക്ക് ഇവിടുത്തെ നാട്ടുകാരായ ഒരാളുടെ അഭിപ്രായം തേടാം. നമസ്കാരം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത് 2ാമത്തെ വിഷയമാണ്. ഈ അയ്യന്തോള് ഈ കോട്ടപ്പുറം ഭാഗത്തായിട്ട് 2ാമത്തെ മരണമാണ്. ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർക്ക് കണ്ണു തുറക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇതുപോലുള്ള വലിയ കുഴികളായിട്ടും ഇങ്ങോർക്ക് ഇത് കാണാനും പറ്റുന്നില്ല. ഈ വാർഡിലെ കൗൺസിലർമാർക്ക് ഇത് കണ്ണു തുറക്കാനും പറ്റുന്നില്ല. ഇത്രയും വലിയ കുഴികൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സർവീസ് പോലെ, ഈ ആംബുലൻസ് സർവീസ് പോലെ ഈ റോഡിന് ഈ PWDക്കാർക്കായാലും അതേമാതിരി കോർപ്പറേഷൻ റോഡുകൾക്കായാലും ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കി ഇതുപോലെ ഒറ്റപ്പെട്ട കുഴികൾ അടച്ച് ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. ഒരു സഹോദരൻ പുല്ലയിലുള്ള ഒരു സഹോദരനാണ് ഇപ്പോൾ ഇവിടെ മരിച്ചേക്കുന്നത്. മറ്റൊരു സഹോദരൻ കോട്ടപ്പുറത്ത് വെച്ചിട്ട് മരിച്ചു. അതിന് മുന്നേ മറ്റേ അശ്വനി റോഡിൽ ഒരു അമ്മയും മകനും വീണ് പരിക്ക് പറ്റി. ഇതൊക്കെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിലാണ് കിടന്ന് കളിക്കുന്നത്. ഇത് എന്നിട്ടും കണ്ണു തുറക്കാൻ മേയർക്ക് പറ്റുന്നില്ല. മേയർ ഇപ്പോൾ പറയുന്നു മഴയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി മേയറെ കാണാൻ. അപ്പോഴും പറഞ്ഞു മഴയല്ല, മഴ മാറട്ടെ. എന്ന് മഴ മാറും? മഴ ഒരു ദിവസം മാറുമ്പോൾ ഓട്ടടയ്ക്കാനുള്ള, അല്ലാണ്ട് ടാറിയാനൊന്നും പറഞ്ഞില്ല. ഓട്ടടച്ച് ജീവൻ രക്ഷിക്കാനാണ് ആം ആദ്മി ആവശ്യപ്പെടുന്നത്. ഞാൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകനാണ്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. ഇത് കൃത്യമായിട്ട് എല്ലാ തവണയും കോർപ്പറേഷനിൽ പോയി മേയറേയും ഡെപ്യൂട്ടി മേയർമാരും അതേമാതിരി കൗൺസിലർമാരോടും തല്ലുകൂടി നടക്കുന്ന ആളാണ്. ഇത് കൃത്യമായിട്ട് ആം ആദ്മി പാർട്ടി ഇതുമായിട്ട് പ്രതിഷേധമായിട്ട് ഇതുപോലെ എവിടെയുണ്ടോ അവിടെ ഒക്കെ കൃത്യമായിട്ട് അതിനെ പ്രതിഷേധിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് ഇപ്പോൾ പോലീസുകാർ ചെയ്ത് ഇവിടെ വാഴ വെച്ച് ഒരുപാട് മൂടി വെച്ച് അതിനൊരു അടയാളം വെച്ചതാണ്. അതൊക്കെ മാറ്റി ഇപ്പോൾ ഒരു അടയാളം പോലീസ് വണ്ടിയാക്കി നിർത്തിയേക്കാണ്. ഇത്തരം പ്രവൃത്തികളാണ് അവരിപ്പോൾ ടാറിയെന്ന് പറയണത്. ഈ മഴയത്ത് ടാറിയെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ടാറിങ് നടക്കുന്നുള്ളത് വേറെ ഒന്നും പറയാനില്ല. ഇത് ഓരോ സഹോദരന്മാരുടെ ജീവന് വേണ്ടി കേണ അപേക്ഷിക്കാന്നല്ലാണ്ട് വേറെ
ഒരു നടപടിയും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ എടുക്കില്ല വ്യക്തമാണ്. ഈ നശിച്ച ഈ ഇടതുപക്ഷ ഭരണം ഇതിൽ നിന്ന് മാറി പോകണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇനി നമ്മുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ നാഗേഷ് ഏട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാം. തൃശ്ശൂരും പരിസരത്തും യാത്രക്കാർക്കും വാഹനത്തിൽ വരുന്ന ആളുകൾക്കും ഇറങ്ങി നടക്കാൻ സാധിക്കാത്തതിൻ്റെ അവസാനത്തെ തെളിവാണ് ഇപ്പോൾ ഈ മരണം നടന്നിട്ടുള്ളത്. എന്തായാലും ഇത് കുഴിയിൽ വീണ് ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെന്ന് പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്ത് മുഴുവൻ ബൈക്ക് അപകടങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാവുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്. ഒരു സ്ഥലത്തു കൂടെ പോകാൻ സാധിക്കാത്ത അടിയന്തര നടപടി സ്വീകരിച്ച് PWD ആയാലും കോർപ്പറേഷൻ ആയാലും അടിയന്തരമായി റോഡ് പണി പൂർത്തീകരിക്കാൻ തയ്യാറാകണം. എന്തായാലും ഇനിയൊരു ജീവൻ പൊലിയാത്ത രീതിയിലുള്ള നടപടി ഉണ്ടാക്കണമെന്നാണ്. അല്ലാത്ത പക്ഷം ഇനിയും അതിശക്തമായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും. ഏറ്റവും ദയനീയമായ സംഭവമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഇന്നത്തെ ദുരന്തത്തിന് ശേഷം ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നത്. ജനങ്ങളെല്ലാവരും വളരെ രോഷാകുലരാണ്. കോർപ്പറേഷൻ ഭരിക്കുന്നവർ ഉചിതമായ നടപടി യഥാസമയത്ത് സ്വീകരിക്കാത്തതിൻ്റെ ഒരു ദുരന്തമാണ് ഇന്നുണ്ടായതെന്നാണ് എല്ലാവരും പറയുന്നത്. ഏതായാലും മേയർക്കെതിരെ കേസെടുക്കണമെന്നും മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസും BJPയും ഉയർത്തുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ടൂ വീലർ അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം വല്ലാണ്ട് വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ റോഡുകളിലെ കുഴി തന്നെയാണ്. ആ കുഴി വേണ്ട വിധത്തിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് അടയ്ക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ കുഴികൾ നേരത്തിന് അടയ്ക്കാതെ, മഴക്കാലത്തിന് മുൻപ് അടയ്ക്കാതെ വീണ്ടും മഴ പെയ്ത് കഴിയുമ്പോൾ മഴേനെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ഈ കൂടുതലും അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഈ ചെറിയ കുഴികൾ വരെ വീണ്ടും വലുതായി വരികയും അതിൽ രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ വണ്ടി തിരിക്കുമ്പോഴും അപകടത്തിൽപ്പെടുന്നു. ഇപ്പോൾ ഇന്നുണ്ടായ അപകടം തന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ബൈക്ക് ഒന്ന് തിരിച്ചപ്പോൾ പെട്ടെന്ന് വേറെ സ്കൂട്ടറിൽ ഇടിക്കുകയും ആ യാത്രക്കാരൻ ബസ്സിൻ്റെ അടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ധാരാളം സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഭരണാധികാരികളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപകടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം റോഡിലെ കുഴിയാണ്. അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത, ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. ശക്തമായിട്ടുള്ള നടപടി കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇവിടെ റോഡിൽ നിരന്നിരുന്ന് റോഡ് കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെയും BJP പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയുണ്ടായി. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏകദേശം ശാന്തമാണ്. റോഡിലൂടെ ഗതാഗതം പുനരാരംഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ് അയ്യന്തോളിലുണ്ടായത്. കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. സമാനമായ രീതിയിൽ കഴിഞ്ഞ മാസവും തൃശൂർ കോട്ടപ്പുറത്തും ഈ അപകടം ഉണ്ടായിരുന്നു. അന്ന് വിഷ്ണുദത്ത് എന്ന യുവാവിനാണ് ജീവൻ നഷ്ടമായത്. അവിടെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അയ്യന്തോളിൽ ഉയർന്നിരുന്നു. പ്രതിഷേധിച്ച കോൺഗ്രസ് BJP കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നാട്ടുകാർ എല്ലാവരും തന്നെ ഇപ്പോഴും സംഭവസ്ഥലത്ത് കൂടി നിൽക്കുന്നുണ്ട്. ആ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് BJP കൗൺസിലർമാർ. പിന്നീടാണ് ഒരു പോലീസ് വണ്ടി അവിടേക്ക് കയറ്റിയിട്ടത്. നാട്ടുകാർ വളരെ രോഷത്തിലാണ്. ഇതുപോലെയുള്ള കുഴികൾ നഗരത്തിലെമ്പാടുമുണ്ടായിട്ടും കോർപ്പറേഷൻ അധികാരികൾ നിസ്സംഗത പുലർത്തുന്നു എന്നാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം. അയ്യന്തോളിലുണ്ടായ ദാരുണമായ സംഭവത്തിന്റെ സമഗ്ര വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണു. തല 4 ഇഴയ്ക്കാണ് അപകടം ഒഴിവായത്.
കല്ലൂർ കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു. തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. ശനിയാഴ്ച രാവിലെ 7:30യോടെയാണ് റോഡിൽ കമ്പി പൊട്ടി വീണ നിലയിൽ കണ്ടത്. ഈ സമയത്ത് വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. കാവല്ലൂർ കവിതാ ക്ലബിന്റെ ഭാരവാഹിയായ രാജേഷാണ് റോഡിന് കുറുകെ കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ KSEB അധികൃതരെ വിവരമറിയിച്ചതോടെ ലൈൻ ഓഫ് ചെയ്തു. കാറ്റിൽ മരച്ചില്ല വീണതാണ് കമ്പി പൊട്ടി വീഴാൻ കാരണം. സമീപത്തെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ഇടവഴിയാണിത്. നിരവധി വീടുകളുള്ള ഈ ഭാഗത്തെ നാട്ടുകാരും ഇതിലൂടെയാണ് പോകാറുള്ളത്. മഴയിൽ പൊട്ടിക്കിടന്ന കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കാതെ വഴിയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. KSEB അധികൃതരെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കും. വൈകിട്ട് 5-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. മൃതദേഹം ഇപ്പോൾ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സഹപാഠികളും അധ്യാപകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകൾ കണ്ണീരോടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിദേശത്ത് ജോലിക്ക് പോയിരുന്ന അമ്മ സുജ ഇന്ന് രാവിലെയാണ് നാട്ടിലെത്തിയത്. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ സഹപാഠിയുടെ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശൂർ ഉൾപ്പെടെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ പാലക്കാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കുണ്ടും കുഴികളും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ വീണ്ടും ഗതാഗത യോഗ്യമല്ലാതായി. നഗരത്തിലേക്ക് പ്രവേശിക്കാവുന്ന പ്രധാന റോഡുകളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. മഴ ശക്തമായതോടെ കാണിയമ്പാൽ റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. മുൻപ് ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ ഭാഗങ്ങളിലാണ് ടാർ ഇളകി മാറി വീണ്ടും കുഴികൾ ഉണ്ടായിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തികൾക്കായി എടുത്ത കുഴികൾ കൃത്യമായി നികത്താത്തതാണ് വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമായത്. വാട്ടർ അതോറിറ്റി നിർമ്മാണ പ്രവർത്തികൾക്കായും റോഡിൽ കുഴികൾ എടുത്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇവിടെ അപകടം പതിയിരിപ്പുണ്ട്. പെട്ടെന്ന് കുഴി ശ്രദ്ധയിൽപ്പെടുമ്പോൾ വെട്ടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതും അപകടത്തിനിടയാക്കും. സ്വകാര്യ ആശുപത്രി, സ്കൂളുകൾ, മെഡിക്കൽ ക്ലിനിക്കുകൾ, BSNLന്റെ പ്രധാന കാര്യാലയം, വിവിധ ക്വാർട്ടേഴ്സുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന മേഖല കൂടിയായതിനാൽ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. വൺ വേ റോഡിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോഴും ഗുരുവായൂരിലേക്ക് ചെറുവാഹനങ്ങൾ എളുപ്പമെത്താനും ഈ വഴിയാണ് വിനിയോഗിക്കാറുള്ളത്. വടക്കാഞ്ചേരി റോഡിൽ നിന്നും മലങ്കര ആശുപത്രിയിലേക്കും സീനിയർ ഗ്രൗണ്ടിലേക്കും പ്രവേശിക്കാവുന്ന റോഡുകൾ ഉൾപ്പെടെ പല റോഡുകളിലും ഇതേ അവസ്ഥയാണ്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിന്റെ അപകടാവസ്ഥ വ്യക്തമാക്കി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഇനിയും കുഴികൾ ഉണ്ടാകാത്ത രീതിയിൽ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറയ്ക്കൽ പാലം അടുത്ത മാസം ആദ്യം തുറന്നു കൊടുക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. ഈ മാസം 28-നകം പണികൾ പൂർത്തീകരിക്കാൻ MLA കരാറുകാർക്ക് നിർദ്ദേശം നൽകി. ഓഗസ്റ്റ് 6 മുതൽ ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടത്തിവിടാനാണ് MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായത്. പണി തുടങ്ങി 1 വർഷമായിട്ടും തീരാത്ത സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത്. അപ്രോച്ച് റോഡ് നിരപ്പാക്കി വാഹനങ്ങൾ കടത്തിവിടുമെന്നും മഴ തീരുന്ന മുറയ്ക്ക് ഇന്റർലോക്ക് ടൈലുകൾ വിരിക്കാമെന്നും കരാറുകാരൻ അറിയിച്ചു. പാലം പണി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുസ്രിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. 30 ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ലക്ഷ്മി തിയേറ്ററിന് കിഴക്കുവശത്തു നിന്നും ആരംഭിച്ച് പുതിയ മുസിരീസ് ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഒരു ഭാഗം നേരത്തെ ടൈൽ വിരിച്ചിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഭാഗം തകർന്ന നിലയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ റോഡിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി നവീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും. ഈ കഴിഞ്ഞ മഴക്കാലത്ത് ജനജീവിതം ആകെ ദുസ്സഹമാക്കുന്ന രീതിയിലേക്ക് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറുന്ന സ്ഥിതിയുണ്ടായി. റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് ഈ അടുത്ത ആഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കോൺട്രാക്ടറും അതോടൊപ്പം ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത്. തൃശൂർ പറവൂർ റോഡുകളെ ബന്ധിപ്പിക്കുന്ന സമാന്തര റോഡാണ് മുസിരീസ് ബസ് സ്റ്റാൻഡ് റോഡ്. നഗരത്തിൽ ഗതാഗത തിരക്ക് ഏറുമ്പോഴും മറ്റും വാഹനയാത്രികർ ആശ്രയിക്കുന്ന പ്രധാന മാർഗമാണിത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ പതിവാണെങ്കിലും ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു. ടൈൽ വിരിക്കൽ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 1.5 മാസമായി മുടങ്ങിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകൾ അടുത്തയാഴ്ച പുനരാരംഭിക്കും. സ്ഥലം മാറിയെത്തിയ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ചുമതലയേറ്റു. എന്നാൽ തൃശൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മാറ്റിയ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചതോടെ നിയമ പോരാട്ടത്തിനും തുടക്കമായി. 1 മാസത്തിലേറെയായി ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയ സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിച്ചത്. ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് രോഗിയുടെ ജീവൻ നിലനിർത്തുന്ന ഹാർട്ട് ലങ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന പെർഫ്യൂഷനിസ്റ്റിന്റെ കാര്യക്ഷമതയെ ചൊല്ലിയായിരുന്നു വിവാദം.
നിലവിൽ ഈ തസ്തികയിലുള്ള 2 പേർക്കും കാര്യക്ഷമതയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡോക്ടർ അഷ്റഫ് ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്. 2 പെർഫ്യൂഷനിസ്റ്റുകളിൽ ഒരാൾ PSC വഴിയും രണ്ടാമത്തെയാളെ ആശുപത്രി വികസന സമിതിയും നിയമിച്ചവരാണ്. ഇവർക്ക് ഈ ജോലിയിൽ ആവശ്യമായ പരിചയമില്ലാത്തതിനാൽ മുൻപുണ്ടായിരുന്ന ട്രെയിനിയാണ് ആശ്രയിക്കുന്നതെന്ന് ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ നേരത്തെ മേലധികാരികളെ അറിയിച്ചിരുന്നു. ശസ്ത്രക്രിയകൾ മുടങ്ങിയതോടെ പ്രതിഷേധം ശക്തമായി. തുടർന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിയോഗിച്ച സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ ആലപ്പുഴയിലേക്കും ഡോക്ടർ കെ കൊച്ചുകൃഷ്ണനെ തൃശൂരിലേക്കും മാറ്റിയത്. ഈ സ്ഥലം മാറ്റം ചോദ്യം ചെയ്താണ് ഡോക്ടർ അഷ്റഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. പരാതി ഉന്നയിച്ച ഡോക്ടറെ സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണെന്ന ആരോപണവും ഉയർന്നു. ആശുപത്രി വികസന സമിതി നിയോഗിച്ച പെർഫ്യൂഷനിസ്റ്റിനെ സംരക്ഷിക്കാനാണ് ഡോക്ടറെ സ്ഥലം മാറ്റിയതെന്നാണ് ആക്ഷേപം. TCV ന്യൂസ്, തൃശൂർ. കയ്പമംഗലത്തെ ക്ഷേത്രത്തിൽ മോഷണം. 3 പീടിക സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള നെല്ലിക്കത്തറ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തി തുറന്ന് ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന താലിമാല കവർന്നു. ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയും കുത്തി തുറന്നിട്ടുണ്ട്. പുറത്തെ ഭണ്ണാരം തകർത്ത് പണം കവർന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പ് പാത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാലത്ത് ക്ഷേത്രം തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ക്ഷേത്രം തുറക്കാൻ വന്നപ്പോൾ നമ്മുടെ തിടപ്പള്ളി അതേപോലെ ശാന്തി മഠം കുത്തി തുറന്ന ഒരു നിലയിലാണ് കണ്ടത്. അതേപോലെ ക്ഷേത്രം തുറന്നപ്പോൾ ദേവിയുടെ കഴുത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ താലി ഉണ്ടായിരുന്നു, അതും പൊട്ടിച്ച നിലയിലാണ് കണ്ടത്. അതേപോലെ ഞങ്ങൾ വിളക്കൊക്കെ വയ്ക്കുന്ന റൂമുണ്ട്, ആ റൂമും കുത്തിപ്പൊളിച്ച നിലയിലൊക്കെയാണ് കാണുന്നത്. ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് പൈസ, അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പൈസ മൊത്തം കൊണ്ടുപോയിട്ടുണ്ട്. രാവിലെ 7 മണിയോടെ മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. മണ്ണ് പരിശോധനയ്ക്കായി പൊതുമരാമത്ത് വകുപ്പ് എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിംഗിലെ അധികൃതർ വടക്കാഞ്ചേരിയിലെത്തി. ബൈപ്പാസിന്റെ ഭാഗമായുള്ള റോഡ്, പുഴപ്പാലം എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡിസൈൻ വിഭാഗത്തിന് ആവശ്യമായ ഡാറ്റ ലഭ്യമാക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഘടനയും പാറയുടെ സാന്നിധ്യവും ദൃഢതയും പരിശോധിക്കുന്നതിനാണ് സബ്സോയിൽ ബോറിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത്. നേരത്തെ ജനുവരി മാസത്തിൽ 32 പോയിന്റുകളിൽ മണ്ണു പരിശോധന പൂർത്തീകരിച്ചിരുന്നു. PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം തുടർ മണ്ണു പരിശോധന പൂർത്തിയാക്കി ബോർഹോളുകളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിശോധനകൾക്കായി അയക്കും. DPR പൂർത്തിയാക്കാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സ്ഥലത്തെത്തിയ സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കർക്കിടക സുഹൃതം. ആത്മീയ വിശുദ്ധിയുടെ മാസമാണ് കർക്കിടകം. ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണിത്. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും. തോരാമഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ്. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് രാമായണ പാരായണം. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം. മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും. ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം. ഔഷധക്കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കഞ്ഞി ഏറെ പ്രശസ്തമാണ്. ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും. വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ്. വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കിടകം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകൾക്കിനി സുഖചികിത്സയുടെ നാളുകൾ. ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടി 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സയ്ക്കാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തുടക്കം കുറിച്ചത്. വിവിധ ഔഷധങ്ങൾ ചേർത്ത ചെറുരുളയും ചവനപ്രാശം, അരി, അഷ്ടചൂർണം, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയും വിവിധങ്ങളായ സിറപ്പുകളും ഗുളികകളുമാണ് ദേവസ്വത്തിലെ ആനകൾക്ക് ഈ കാലയളവിൽ നൽകുന്നത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ദേവസ്വം ബോർഡ് കൊമ്പൻ എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി സുഖചികിത്സയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ ആരംഭിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ ആനകളായിട്ടുള്ള തൃപ്പൂണിത്തറയിലും അതുപോലെ തന്നെ തൃപ്രയാറിലും
ഓരോ ആനകളുണ്ട്, അവർക്കുള്ള സുഖചികിത്സ അതേ കേന്ദ്രത്തിൽ തന്നെയാണ് നടത്തുന്നത്. മറ്റ് ആനകൾക്ക് ഇവിടെ വടക്കുംനാഥ ആനക്കോട്ടയിൽ അതിൻ്റെ സുഖചികിത്സ നടത്തുന്നു. ഏകദേശം ഒരാനയ്ക്ക് 3 ലക്ഷം രൂപയോളം വരുന്ന മരുന്നുകൾ ഉൾപ്പെടെയുള്ള ചികിത്സയാണ് ഈ 30 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക മാസത്തിലെ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവാന്മാരായാണ് ആനകളെ ഇനി കർക്കിടക മാസം കഴിഞ്ഞാൽ ഉത്സവങ്ങൾക്ക് രംഗത്തിറങ്ങുക. ബോർഡ് അംഗം അഡ്വക്കേറ്റ് AP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, വടക്കുംനാഥ ക്ഷേത്ര മാനേജർ രാജീവ്, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി KA മനോജ് കുമാർ, കേരള ബ്രാഹ്മണ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TR ഹരിഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേവസ്വം ബോർഡ് എലിഫന്റ് കൺസൾട്ടന്റ് ഡോക്ടർ PB ഗിരിദാസിന്റെ മേൽനോട്ടത്തിലാണ് ചികിത്സ നടത്തുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് നിലവിൽ 5 ആനകളാണുള്ളത്. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ആർട്ടിസ്റ്റ് ഷാജി K അബ്ദു അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തദ്ദേശീയ എഴുത്തുകാർക്കുള്ള പുരസ്കാരം ഡോക്ടർ UM മുസ്തഫ കമാൽ ഏറ്റുവാങ്ങി. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. മതിലകം ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ അബ്ദുൽ സലാം ഫൈസി, ആർട്ടിസ്റ്റ് PH യഹിയ, ഷിലിൻ പൊയ്യാറ, മൂസ വടക്കനോളി, EG വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. കുസാറ്റ് യൂണിവേഴ്സിറ്റി മുൻ അധ്യാപകൻ ഡോക്ടർ നന്ദകുമാർ CG ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DYSP KB സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. K കിട്ടുനായർ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ഉദ്ഘാടനം ചെയ്തു. നാടക സംവിധായകൻ ദേവരാജൻ മുക്കോല, ചിറക്കൽ നാരായണൻകുട്ടി, ക്ഷേത്രം രക്ഷാധികാരികളായ V ചന്ദ്രശേഖര മേനോൻ, വിശ്വനാഥൻ പുഴയ്ക്കൽ എന്നിവർ നേർന്ന് സംസാരിച്ചു. അപകടകാരികളായ കാട്ടുപന്നികളെ കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വീഴ്ച വരുത്തുന്നതായ ആക്ഷേപം. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. ജനവാസ മേഖലകളിലിറങ്ങി മനുഷ്യജീവനും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചോ മറ്റ് അനുവദനീയ മാർഗങ്ങളിലൂടെയോ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും അധികാരം നൽകിയെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് പരാതി. കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരുടെ പാനലുണ്ട്. ഈ പാനലിൽ ഉള്ളവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഷൂട്ടർമാർക്ക് ഓരോ കാട്ടുപന്നിക്കും 1500 രൂപ വീതം ലഭിക്കും. ജഡം മറവ് ചെയ്യാൻ 2000 രൂപ വരെ ചിലവഴിക്കാം. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം രൂപ വരെ ചിലവഴിക്കാനാണ് അനുമതി. ജില്ലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാവുകയാണ്. കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആക്രമണങ്ങളും ഏറിയതോടെ ജനങ്ങൾ ഭീതിയിലാണ്. TCV തൃശൂർ. മാലിന്യ സംസ്കരണത്തിലെ ദേശീയ റാങ്കിങ്ങിൽ തിളങ്ങി തൃശൂർ ജില്ലയിലെ നഗരങ്ങൾ. ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗിൽ തൃശൂർ കോർപ്പറേഷന് കേരളത്തിൽ 2ാം സ്ഥാനം. ദേശീയ മാലിന്യ സംസ്കരണ ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൺ 2024 ഫലം പ്രഖ്യാപിച്ചപ്പോഴാണ് ജില്ലയിലെ നഗരസഭകൾ ദേശീയ റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചത്. കഴിഞ്ഞ വർഷം 333 ആയിരുന്ന തൃശൂരിന്റെ റാങ്കിംഗ് 58 ഉയർന്നു. ബിഗ് സിറ്റി കാറ്റഗറിയിൽ കേരളത്തിൽ 2ാം സ്ഥാനം തൃശൂർ കോർപ്പറേഷൻ സ്വന്തമാക്കി. നഗരസഭകളിൽ ഗുരുവായൂർ 82, വടക്കാഞ്ചേരി 131, കൊടുങ്ങല്ലൂർ 134, കുന്നംകുളം 193, ചാലക്കുടി 245, ചാവക്കാട് 426, ഇരിങ്ങാലക്കുട 512 എന്നിങ്ങനെയാണ് ദേശീയ റാങ്കിംഗ്. വെളിയിട മലമൂത്ര വിസർജ്ജമുക്ത നഗരം പദവിയിൽ ഗുരുവായൂർ നഗരസഭ ODF++ പദവിയും, കുന്നംകുളം, ചാവക്കാട്, തൃശൂർ, കൊടുങ്ങല്ലൂർ, ചാലക്കുടി, വടക്കാഞ്ചേരി നഗരസഭകൾ ODF+ പദവിയും നേടി. ഇരിങ്ങാലക്കുട നഗരസഭ ODF പദവിയും സ്വന്തമാക്കി. ഗാർബേജ് ഫ്രീ സിറ്റി പദവിയിൽ ജില്ലയിലെ 8 നഗരസഭകളിൽ 5 എണ്ണവും 1 സ്റ്റാർ പദവി നേടി. കുന്നംകുളം, ഗുരുവായൂർ, തൃശൂർ, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി നഗരസഭകളാണ് ഈ പദവി നേടിയത്.
സംസ്ഥാനത്ത് ആകെ 24 നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചപ്പോൾ അതിൽ 5 എണ്ണവും തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. ഏറ്റവും കൂടുതൽ നഗരസഭകൾ സ്റ്റാർ റേറ്റിംഗ് കൈവരിക്കുന്ന ജില്ലയും തൃശൂരായി. കൂടാതെ സംസ്ഥാനത്ത് നിന്നും ആദ്യം 100 റാങ്ക് ലഭിച്ച 8 നഗരസഭകളിൽ 2 എണ്ണം തൃശൂർ ജില്ലയിൽ നിന്നുമാണെന്ന പ്രത്യേകതയുമുണ്ട്. TCV തൃശൂർ. ശ്രീനന്ദയ്ക്കും അമൃതയ്ക്കും സഹായവുമായി കടൽ കടന്നവരെത്തി. സിംഗപ്പൂരിൽ താമസിക്കുന്ന VP മധു മേനോന്റെ മക്കളായ ധ്വനി മേനോൻ, ധ്രുവ് മേനോൻ എന്നിവരാണ് മുത്തച്ഛൻ വേണുഗോപാൽ മേനോന്റെ കൂടെ അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് ധനസഹായവുമായി എത്തിയത്. എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന് സമീപം താമസിക്കുന്ന മേലൂട്ടയിൽ ഗിരീഷ് പ്രജിത ദമ്പതികളുടെ മക്കളാണ് അമൃതയും ശ്രീനന്ദയും. 18 വയസ്സുള്ള ശ്രീനന്ദ ജനനം മുതൽ സെറിബ്രൽ പാൾസി ബാധിച്ച് കിടപ്പിലാണ്. 18 വയസ്സുള്ള അമൃതയ്ക്ക് 8ൽ പഠിക്കുമ്പോഴാണ് അസുഖം തുടങ്ങിയത്. മാനസിക വിഭ്രാന്തികൾ പ്രകടിപ്പിക്കുന്ന അമൃതയ്ക്ക് ഓട്ടിസം ആണെന്നാണ് മെഡിക്കൽ പരിശോധനയിൽ കണ്ടെത്തിയത്. 2 പേരുടെയും ചികിത്സയ്ക്ക് ഓരോ മാസവും വലിയ തുകയാണ് ചിലവ് വരുന്നത്. നിർധന കുടുംബത്തിന്റെ നാഥനായ ഗിരീഷിനും മാനസിക ശാരീരിക പ്രയാസങ്ങളുണ്ട്. സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതിൻ്റെ ഭാഗമായി അവർക്ക് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അവസ്ഥ അറിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ എന്നെ സഹായിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹ സഹായം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഭർത്താവിനെയും മക്കളെയും പരിചരിക്കേണ്ട സാഹചര്യമായതിനാൽ പ്രജിതയ്ക്കും ജോലി ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ തൃശൂർ പാടൂക്കാട് ചങ്കരത്ത് വീട്ടിൽ വേണുഗോപാൽ മേനോൻ സിംഗപ്പൂരിൽ താമസിക്കുന്ന മകൻ മധു മേനോനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് മധു സ്മിത ദമ്പതികളുടെ ഇരട്ട മക്കളും +2 വിദ്യാർത്ഥികളുമായ ധ്വനിയും ധ്രുവും നാട്ടിലെത്തി മുത്തച്ഛനോടൊപ്പം സഹായവുമായി കുട്ടികളെ കാണാനെത്തിയത്. ഞങ്ങളുടെ ഫാമിലിയിൽ പാവപ്പെട്ടവരുടെ ആരോഗ്യ മേഖലയിലും പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുക എന്നുള്ളൊരു ഇത് തുടങ്ങി വെച്ച് കുറച്ച് കാലമായി. അപ്പോൾ ഈ കുട്ടികളുടെ ഈ ഫാമിലിയുടെ അവസ്ഥ ഞങ്ങൾ വാർത്തകളിലൂടെ കണ്ടു. വളരെ പ്രയാസം തോന്നി. ഇപ്പോൾ നമുക്ക് കഴിയാവുന്ന ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ചെന്നൈ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിരുന്നു വേണുഗോപാൽ. മകൻ മധു മേനോൻ സിംഗപ്പൂരിലെ ചാർട്ടേഡ് ബാങ്കിൽ ഗ്ലോബൽ ഹെഡ് ഫിനാൻഷ്യൽ മാനേജറാണ്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ കുടുംബം നടത്തിവരുന്നുണ്ട്. ശ്രീനന്ദയെയും അമൃതയെയും സഹായിക്കാൻ സന്മനസ്സുള്ളവർക്ക് MC ഗിരീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എരുമപ്പെട്ടി ബ്രാഞ്ച് 6716376391 എന്ന അക്കൗണ്ട് നമ്പറിലേക്കോ 9497247984 എന്ന GPay നമ്പറിലേക്കോ സഹായം എത്തിക്കാവുന്നതാണ്. TCV എരുമപ്പെട്ടി. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഹ്രസ്വചിത്രവുമായ ഒരു സംഘം വിദ്യാർത്ഥികൾ മാള കുണ്ടൂരിലെ സ്കൂൾ വിദ്യാർത്ഥികളാണ് നന്മയുടെ സന്ദേശവുമായി രംഗത്തെത്തിയത്. കുണ്ടൂർ സെന്റ് ജോസഫ് ഓഫ് ടാർപ്പ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കഥാപാത്രങ്ങളായ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രമാണ് റിലീസ് ചെയ്തത്. സിനിമാ സീരിയൽ നടനായ ഹാപ്പി ബൈജു ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. സ്കൂൾ പശ്ചാത്തലത്തിലുള്ള കഥയുടെ ചിത്രീകരണം നടത്തിയത് ടാർപ്പ് സ്കൂളിൽ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ലഹരിക്ക് അടിമയായി പണം കണ്ടെത്താൻ ഇളയ സഹോദരിയുടെ ആടിനെ ആരുമറിയാതെ വിൽക്കുന്നു. ഓമനിച്ച് വളർത്തിയ ആടിനെ രാവിലെ കാണാതായപ്പോൾ സഹിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടിമരിക്കുന്ന സഹോദരിയുടെ വേദനയാണ് ഹ്രസ്വചിത്രം പറയുന്നത്. ഞാൻ കാരണോ എന്റെ വാച്ചനെ വിട്ടുപോയത്. സ്കൂളിലെ SPG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ആശയം നടപ്പാക്കിയത്. ചിത്രത്തിന്റെ റിലീസിംഗ് വേളയിൽ മാള സ്റ്റേഷൻ PRO രാജീവ് നമ്പീശൻ, പ്രിൻസിപ്പൽ ദീപ്തി കളപ്പുരയ്ക്കൽ, പഞ്ചായത്ത് അംഗം സേതുമോൻ ചിറ്റേത്ത്, സ്കൂൾ മാനേജർ സിസ്റ്റർ ക്ലാര എന്നിവർ സംസാരിച്ചു. TCV മാള. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂരിൽ വീണ്ടും ജീവനെടുത്ത റോഡിലെ കുഴി. അയ്യന്തോളിൽ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് കയറി മരിച്ചു. പ്രതിഷേധവുമായി കോൺഗ്രസ് BJP കൗൺസിലർമാർ. പുതുക്കാട് കാവല്ലൂർ സ്കൂളിന് സമീപത്തെ റോഡിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം വൈകിട്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു. തൃശൂരിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 2 ദിവസം കൂടി കനത്ത മഴ തുടരും.
കുണ്ടും കുഴിയും നിറഞ്ഞ് കുന്നംകുളം നഗരത്തിലെ റോഡുകൾ. പ്രധാന റോഡുകളിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു. നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിലെ ചിറക്കൽ പാലം അടുത്ത മാസം ആദ്യം തുറക്കും. കൊടുങ്ങല്ലൂർ മുസിരിസ് ബസ് സ്റ്റാൻഡ് റോഡിന് ശാപമോക്ഷം. ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.